ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന കമ്മ്യൂണിക്കേഷൻ വേണ്ട ഇംഗ്ലീഷ് എങ്ങനെ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാം എന്നുള്ളത് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ പലപ്പോഴും മറ്റുള്ള ആളുകൾക്ക് നിർദ്ദേശം കൊടുക്കേണ്ടി വരുന്ന ഘട്ടങ്ങളിലാണ് ഉണ്ടാകാറുള്ളത്. ഒരു അധ്യാപകനായാലും അല്ലെങ്കിൽ ഒരു മാനേജർ ആണെങ്കിലും അല്ലെങ്കിൽ വീട്ടിലെ കുട്ടികളോടാണെങ്കിലും പലപ്പോഴും നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ മറ്റുള്ളവരോട് നിർദ്ദേശിക്കേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ ഒരു കാര്യം എങ്ങനെയാണ് ചെയ്യേണ്ടത്, ആദ്യം ഇത് ചെയ്യുക, അത് കഴിഞ്ഞ് അടുത്തത് ചെയ്യുക, ഇത്തരത്തിൽ നമുക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരാറുണ്ട്. എങ്ങനെയാണ് നമുക്ക് മറ്റുള്ള ആളുകൾക്ക് നിർദ്ദേശം കൊടുക്കുന്നതിന് വേണ്ട കൃത്യമായ വേർഡുകൾ മുറിയാതെയുള്ള ഫ്ലുവൻ്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് രൂപപ്പെടുത്തിയെടുക്കാൻ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുക എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, അതിന് പ്രത്യേകിച്ച് കോഡുകളൊന്നും ഇല്ല. വളരെ ഫ്ലുവൻ്റ് ആയി സംസാരിക്കണമെങ്കിൽ നമ്മൾ സംസാരിക്കുക, നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, അത് മാത്രമേ അതിനുള്ള മാർഗമുള്ളൂ. ആയതുകൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കാൻ വേണ്ടി നമ്മുടെ നിത്യജീവിതത്തിലുള്ള കാര്യങ്ങൾ, നമുക്ക് നിത്യജീവിതവുമായി അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് രംഗങ്ങളുമായി അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് മുറികളിൽ നമുക്ക് സംസാരിക്കേണ്ടതായ കാര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് വളരെ ഫ്ലുവൻ്റ് ആക്കി എടുക്കാൻ സാധിക്കും. അപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് എങ്ങനെ ഒരാളോട് ചോദിക്കുകയാണ്, എങ്ങനെ നിനക്ക് ഒരു 2 ഗ്ലാസ് ചായ ഉണ്ടാക്കാം, എങ്ങനെ 2 ഗ്ലാസ് ചായ ഉണ്ടാക്കാം എന്ന് പറയാൻ പറ്റുമോ? ഒന്ന് ഇംഗ്ലീഷിൽ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം എന്താണ് ചെയ്യേണ്ടത്, പിന്നെ എന്താണ് ചെയ്യേണ്ടത്, അത് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് കാര്യവും മറ്റൊരാൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അതിനുള്ള വളരെ ലളിതമായ കുറച്ച് എക്സസൈസുകൾ, കുറച്ച് ഉദാഹരണങ്ങൾ നമ്മളോട് ചർച്ച ചെയ്യാം. അതിനുശേഷം നിങ്ങൾ സ്വന്തമായി ഇതുപോലെയുള്ള ഉദാഹരണങ്ങൾ കണ്ടുപിടിക്കുകയും അത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നതിലൂടെ വളരെ ലളിതമായി മറ്റുള്ള ആളുകൾക്ക് നിർദ്ദേശം കൊടുക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും. അപ്പോൾ അതിനുള്ള ആദ്യത്തെ ഒരു രൂപമാണ് എങ്ങനെ നമുക്ക് ഒരു ഗ്ലാസ് അല്ലെങ്കിൽ 2 ഗ്ലാസ് ബ്ലാക്ക് ടീ ഓർ ബ്ലാക്ക് കോഫി നിർമ്മിക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പറയേണ്ടത് ഏറ്റവും ആദ്യം ടേക്ക് എ വെസൽ, ഒരു പാത്രം എടുക്കുക. ദെൻ pour 1 or 2, 3 or 4 glasses of water as you need. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് വെള്ളം എടുക്കുക. ദെൻ സ്വിച്ച് ഓൺ ദ സ്റ്റൗ ഓൺ ചെയ്യുക ആൻഡ് പുട്ട് ഓൺ ദ സ്റ്റൗവിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. ദെൻ വെൻ ദ വാട്ടർ ബോയിൽസ്, വെള്ളം തിളക്കുന്ന സമയത്ത്, വെള്ളം തിളക്കുമ്പോൾ ആഡ് ടീ ഡസ്റ്റ്, ചായപ്പൊടി ഇട്ട് കൊടുക്കുക. ആഡ് ടീ ഡസ്റ്റ്, ചായപ്പൊടി ചേർക്കുക. ദെൻ ആഡ് ഷുഗർ ആസ് യു നീഡ്. നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ എന്ത് ചെയ്യുക, ഷുഗർ ചേർത്ത് കൊടുക്കുക. Then if you want to make a milk tea or milk coffee, നിങ്ങളൊരു പാൽ ചായയാണ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആഡ് സം മിൽക്ക്, add half glass of milk, add 1 glass of milk into it, add 1 glass of milk into it, add 2 glass of milk into it, add half glass of milk into it, അര ഗ്ലാസ് പാൽ അതിലേക്ക് ചേർക്കുക. അല്ലെങ്കിൽ pour എന്നും പറയാം. pour half glass of milk into it, pour 1 glass of milk into it, pour 2 glasses of milk into it. pour എന്ന് പറഞ്ഞാൽ ഒഴിക്കുക. and filter the tea ഫിൽട്ടർ ചെയ്തെടുക്കുക. then you can serve as you like. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പം ഇത്തരത്തിൽ നമുക്ക് ബ്ലാക്ക് കോഫി ഉണ്ടാക്കുന്നതും ബ്ലാക്ക് ടീ ഉണ്ടാക്കുന്നതും മിൽക്ക് ടീ ഉണ്ടാക്കുന്നതും ഒക്കെ നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. വളരെ എളുപ്പമാണ്. ആഡ് എന്ന വാക്ക് ചേർക്കുക, പോർ എന്ന വാക്ക് ഒഴിക്കുക. ഇത്തരത്തിലുള്ള വേർഡുകൾ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്കത് വളരെ എളുപ്പത്തിൽ അവതരിപ്പിക്കാൻ സാധിക്കും.